മിനിഞ്ഞാന്നല്ലേ നമ്മളതിന് അവിടെ പോയേ, ഇനി എന്തിനാ പോകുന്നേ? ആ ശരിടാ, ശരി, മറ്റന്നാൾ കാണാം, ഓക്കെ ബൈ. പറയാറില്ലേ മിനിഞ്ഞാന്ന്, മറ്റന്നാള് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? ഇന്ന്, നാളെ അല്ലെങ്കിൽ ഇന്നലെ, ഇതൊക്കെ നമുക്കറിയാം അല്ലേ? എങ്ങനെയാ പറയാ? ഇന്ന് ആണെങ്കിൽ ടുഡേ അല്ലേ? ഇന്ന് ടുഡേ, ഓക്കെ. ഇന്നലെ യെസ്റ്റർഡേ, കറക്റ്റ്, ഇന്നലെ യെസ്റ്റർഡേ. നാളെ ടുമോറോ നമുക്ക് വളരെ ഭംഗിയായിട്ട് അറിയാം അല്ലേ? അപ്പോൾ ഈ മിനിഞ്ഞാന്ന് എടുക്കാം നമുക്ക്. മിനിഞ്ഞാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്നലെയുടെ തലേന്നാണ് അല്ലേ? ഇന്നലെയുടെ തലേന്ന് അല്ലേ? ഇന്നലെ യെസ്റ്റർഡേ ആണ്. അപ്പൊ നമുക്ക് പാസ്റ്റ് യെസ്റ്റർഡേ എന്നൊക്കെ പറയാൻ പറ്റുമോ? അല്ലെ ബിഫോർ യെസ്റ്റർഡേ എന്നൊക്കെ പറയാൻ പറ്റുമോ? എങ്ങനെയാ പറയണ്ടേ? ദ ഡേ ബിഫോർ യെസ്റ്റർഡേ, ദ ഡേ ബിഫോർ യെസ്റ്റർഡേ, ദ ഡേ ബിഫോർ യെസ്റ്റർഡേ, യെസ്റ്റർഡേയുടെ മുമ്പത്തെ ദിവസം, അതായത് ഇന്നലത്തെ മുമ്പത്തെ ദിവസം, അതാണ് മിനിഞ്ഞാന്ന് അല്ലേ? ദ ഡേ ബിഫോർ യെസ്റ്റർഡേ. എന്നിട്ട് അപ്പോൾ പറഞ്ഞേ, ദ ഡേ ബിഫോർ യെസ്റ്റർഡേ, അതാണ് നമ്മുടെ മിനിഞ്ഞാന്ന്. I watched a movie the day before yesterday. I watched a movie the day before yesterday. മിനിഞ്ഞാന്ന് ഞാനൊരു മൂവി കണ്ടു, ഒരു സിനിമ കണ്ടു. അപ്പോൾ മറ്റന്നാളാണെങ്കിലോ, മറ്റന്നാളെ എങ്ങനെയാ പറയാ? മറ്റന്നാൾ എങ്ങനെ പറയാ? നെക്സ്റ്റ് ടുമോറോ എന്നാണോ? അല്ല അല്ലേ? മറ്റന്നാൾ എന്ന് പറഞ്ഞാൽ എന്താ? നാളെ കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസമാണ് അല്ലേ? അപ്പോൾ മറ്റേത് ഡേ ബിഫോർ യെസ്റ്റർഡേ ആവുമ്പോൾ ഇത് നാളെ കഴിഞ്ഞിട്ടാണ്. അപ്പം എങ്ങനെയാ പറയണ്ടേ? ദ ഡേ ആഫ്റ്റർ എപ്പോ? ടുമോറോ. വെരി ഗുഡ്. ദ ഡേ ആഫ്റ്റർ ടുമോറോ. മനസ്സിലായില്ലേ? ദ ഡേ ആഫ്റ്റർ ടുമോറോ, നാളെ കഴിഞ്ഞിട്ടുള്ള, നാളേക്ക് ശേഷമുള്ള ദിവസം, അതാണ് മറ്റന്നാൾ. ദ ഡേ ആഫ്റ്റർ ടുമോറോ. I'm going to Wayanad the day after tomorrow. I'm going to Wayanad the day after tomorrow. മറ്റന്നാൾ ഞാൻ വയനാട് പോകുന്നുണ്ട്. മറ്റന്നാളെ ഞാൻ വയനാട്ടിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അതാണ് ഡേ ആഫ്റ്റർ ടുമോറോ. അപ്പോൾ ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് ഇപ്പോൾ വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഈ നെക്സ്റ്റ് ഡേ അല്ലെ പ്രീവിയസ് ഡേ എന്താ സംഭവം എന്ന് അല്ലേ? നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൻ്റെ അടുത്ത ദിവസം, പ്രീവിയസ് ഡേ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൻ്റെ തലേ ദിവസം അല്ലേ? അതപ്പോൾ എവിടെയാ ഉപയോഗിക്കുക എന്നുള്ളൊരു സംശയം വരും. ഉള്ളതിന് നെക്സ്റ്റ് ഡേ അൽക്കം എന്ന് പറയാൻ പറ്റുമോ? നെക്സ്റ്റ് ഡേ അൽക്കം എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയരുത് കേട്ടോ. ടുമോറോ അൽക്കം എന്ന് പറയാം. ടുമോറോ അൽക്കം. എന്തുകൊണ്ടാണ് നെക്സ്റ്റ് ഡേ അൽക്കം എന്ന് പറയാത്തെ? ഞാൻ കഴിഞ്ഞ മാസം എൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോയി. അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഞാൻ തിരിച്ചു പോന്നു. ശ്രദ്ധിച്ചോ? നമ്മളൊരു കഥയോ സംഭവമൊക്കെ പറയില്ലേ, കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് പറയില്ലേ? അപ്പോൾ നമ്മൾ പറയാറില്ലേ, അതായത് ഞാൻ 12-ാം തീയതി അവിടെ പോയി, എന്നിട്ട് 13-ാം തീയതി തിരിച്ചു വന്നു എന്ന് പറയാറില്ലേ? അതായത് പാസ്റ്റിൽ നമ്മൾ ചെയ്ത ഒരു കാര്യം, ഒരു സംഭവം, അതിൻ്റെ പിറ്റേ ദിവസം എന്ന് പറയാനാണ് നമ്മൾ ഈ നെക്സ്റ്റ് ഡേ യൂസ് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ ഇപ്പം നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ നാളെ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. അത് നമ്മൾ പറയാൻ നമ്മുടെ ടുമോറോ തന്നെ പറയണം. I went to my friend's wedding last month and the next day I returned home. ശ്രദ്ധിച്ചോ? And the next day I returned home. എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ഞാൻ കഴിഞ്ഞ മാസം പോയി, അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ തിരിച്ച് വന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രീവിയസ് ഡേയുടെ കാര്യവും. അത് നമ്മൾ കഴിഞ്ഞു പോയ ഒരു കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ ആ ദിവസത്തിൻ്റെ മുമ്പുള്ള ദിവസത്തെക്കുറിച്ച് പറയാൻ. I attended an interview last Sunday. The previous day I had a severe fever. അതായത് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതിൻ്റെ തലേ ദിവസം എനിക്ക് കഠിനമായ പനിയായിരുന്നു. അപ്പോൾ സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ ഇന്ന് നിൽക്കുന്ന ഈ ഒരു മൊമെന്റിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇന്നലെ എന്നുള്ളതിന് നമ്മൾ യെസ്റ്റർഡേ എന്ന് തന്നെ പറയണം, നാളെ എന്നുള്ളതിന് ടുമോറോ എന്ന് തന്നെ പറയണം. കഴിഞ്ഞു പോയ ഒരു ദിവസത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് തൊട്ട് മുൻപുള്ള ദിവസമാണെങ്കിൽ നമുക്ക് പ്രീവിയസ് ഡേ എന്ന് പറയാം. അതിന് ശേഷമുള്ള ദിവസമാണെങ്കിൽ എന്ത് പറയാം? നെക്സ്റ്റ് ഡേ എന്ന് പറയാം. അപ്പോൾ ശരി, ഞാൻ പോയി ഉറങ്ങട്ടെ, നമുക്ക് നാളെ കാണാം എന്നെങ്ങനെ പറയും.